സ്വാമി ശരണമയ്യപ്പ. ഈ വർഷത്തെ മണ്ഡലകാലം അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. കെട്ടുനിറയ്ക്കുള്ള സാധനങ്ങളാണ് പുറത്ത് നിരത്തി വച്ചിരിക്കുന്നത്. കെട്ടുനിറയ്ക്കുള്ള സമയമായി അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾക്ക് പോകാനുള്ള വാഹനമാണ് ഈ കാണുന്നത്. അങ്ങനെ യാത്രാമധ്യേ വിഘ്നങ്ങൾ മാറാൻ പഴവങ്ങാടി ഗണപതിയെ കണ്ട് തേങ്ങയുടച്ച് വീണ്ടും ഞങ്ങൾ യാത്രയായി. 5 കന്നിമലക്കാരുൾപ്പെടെ 23 പേരടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് ഞങ്ങളുടെ യാത്ര. ഇപ്പോൾ ഞങ്ങൾ എരുമേലിയിലെത്തി. ഒരു കന്നിയയ്യപ്പനെയും 4 മാളികപ്പുറങ്ങളെയും കൊണ്ട് പേട്ട തുള്ളാനുള്ള ഒക്കാണ്. പേട്ട തുള്ളലിന് ആവശ്യമായ വർണ്ണപ്പൊടികളാണ് ഇതൊക്കെ. വാവർ പള്ളിയുടെ മിനാരമാണ് നമുക്ക് മുന്നിലായി കാണുന്നത്. ഈ പോകുന്നത് പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ എത്തിയപ്പോൾ നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെയും തേങ്ങ ഉടയ്ക്കുന്ന അയ്യപ്പ ഭക്തരെ കാണാം. ഇതാണ് വാവർ പള്ളി. ഒരുപാട് അയ്യപ്പ ഭക്തർ വാവർ പള്ളി തൊഴുത് ഇറങ്ങുന്നുണ്ട്. പള്ളിക്കുള്ളിൽ കുറച്ചുപേർ നിസ്കരിക്കുന്നത് കാണാം. വാവർ പള്ളിയിൽ അയ്യപ്പന്മാരുടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് നിസ്കരിക്കാൻ വരുന്നവർക്ക് കാൽ കഴുകാനുള്ള സ്ഥലമാണ്. വാവർ പള്ളിയും തൊഴുത് നമ്മൾ പോകുന്നത് അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെയും അയ്യപ്പ ഭക്തർ കുളിക്കുന്നത് കാണാം. അതിന്റെ കരയിലായി ശുദ്ധജലത്തിന്റെ ഷവറുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെയും ക്ഷേത്രം അടച്ചിരിക്കുകയാണ്. അങ്ങനെ എരുമേലിയിൽ നിന്നും ശബരിമലയിലേക്ക് പോകാനുള്ള യാത്രയാണ് ഇനി. ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തി. ഇനി പമ്പ നദി ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. മരങ്ങൾക്കിടയിലൂടെ പമ്പ നദി ഒഴുകുന്നത് കാണാം.
മല കയറാനുള്ള അയ്യപ്പ ഭക്തരുടെ നല്ല തിരക്കാണ് ഇവിടെ. ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് അയ്യനെ കാണാനുള്ള യാത്ര തുടങ്ങുകയാണ്. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തുന്നതിന് തൊട്ടു മുന്നിലായി കർപ്പൂരാഴി തൊട്ട് തൊഴുത് യാത്ര തുടങ്ങുകയാണ്. തൊട്ടടുത്തായി പന്തളരാജന് മണികണ്ഠനെ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു മാതൃക കാണാവുന്നതാണ്. അങ്ങനെ പമ്പ ഗണപതി ക്ഷേത്രത്തിന് മുന്നിലെത്തി. ഇത് വലിയ നടപ്പന്തലിന് അടുത്തായുള്ള വഴിയിൽ അയ്യപ്പ ഭക്തരെ നിയന്ത്രിച്ചിരിക്കുന്നത് കാണാം. അയ്യനെ കാണാനുള്ള ഓട്ടത്തിലാണ് അവർ. ഇത് വലിയ നടപ്പന്തലാണ്. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അയ്യനെ കാണാൻ 18-ാം പടിക്ക് താഴെ എത്തി. 18-ാം പടി ചവിട്ടി അയ്യനെ കണ്ട് മോക്ഷം നേടി മാളികപ്പുറത്ത് അമ്മയെ കാണാനുള്ള പോക്കാണ് ഇത്. മാളികപ്പുറത്തും നല്ല തിരക്കാണ്. മനസ്സിലുള്ളതൊക്കെ അമ്മയോട് പറഞ്ഞ് മടങ്ങുമ്പോൾ അയ്യന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം കേട്ടു തുടങ്ങിയിരുന്നു. അഭിഷേകത്തിനുള്ള നെയ്യ് എടുത്ത ശേഷം ഞങ്ങൾ തേങ്ങ ആഴിയിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഇതിനെല്ലാം സാക്ഷിയായി അയ്യന്റെ സന്നിധിക്ക് മുന്നിലായി ആൽമരം തലയുയർത്തി നിൽക്കുകയാണ്. 3 മണിക്ക് നട തുറന്നപ്പോൾ അയ്യനെ കാണാനുള്ള തിരക്കാണ് ഇത്. ഞങ്ങൾ മല ഇറങ്ങുകയാണ്. തലേ ദിവസം ദർശനം കിട്ടാതെ 18-ാം പടി ചവിട്ടിയവരുടെ തൊഴാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. രാവിലെ വലിയ നടപ്പന്തലിൽ തിരക്ക് വളരെ കുറവാണ്. നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു. അയ്യപ്പ ഭക്തർ കൂട്ടത്തോടെ മല ഇറങ്ങുകയാണ്. മലയിറങ്ങി വരുന്ന അയ്യപ്പ ഭക്തർക്ക് കാലിന് ആശ്വാസമേകി ഒരു ചെറിയ കാട്ടരുവി ഒഴുകി വരികയാണ്. പമ്പയിലെ പന്തളരാജന്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പമ്പാതീരത്ത് എത്താറായി. രാവിലെ തന്നെ മല ചവിട്ടുന്ന അയ്യപ്പ ഭക്തരെ കാണാം. ഇപ്പോഴും ഇവിടെ നല്ല തിരക്കാണ്. അങ്ങ് ദൂരെയായി പച്ചപ്പിനിടയിൽ മഞ്ഞ് പുതച്ചു കിടക്കുന്ന മലനിരകൾ കാണാം. വരുന്ന ഭക്തർക്ക് ഇവിടെ പമ്പയും അച്ചൻകോവിലാറും സംഗമിക്കുന്നത് കാണാം. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ബസ്സിലും കയറിപ്പറ്റി. അടുത്ത വർഷവും അയ്യനെ കാണാൻ വരുമെന്ന് മനസ്സിലുറപ്പിച്ച് മടക്കയാത്ര. സ്വാമിയേ ശരണമയ്യപ്പ.